ഒടിയൻ 2018 ക്രിസ്മസ് റിലീസായി ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് തിയേറ്ററിലെത്തിച്ച ചിത്രം. പരസ്യ സംവിധായകനായ ശ്രീകുമാർ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും ഹൈപ്പിൽ റിലീസ് ചെയ്ത ചിത്രം. ഇന്ന് വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ഒടിയനോളം ഹൈപ്പ് സൃഷ്ടിക്കാൻ മറ്റൊരു മലയാള സിനിമയ്ക്കും കഴിഞ്ഞിട്ടില്ല. മുൻപെങ്ങും ഇല്ലാത്ത വിധം മോഹൻലാൽ ഒരു സിനിമയ്ക്കും കഥാപാത്രത്തിനും വേണ്ടി തടി കുറയ്ക്കുന്നു. ഒടിയനായി അവതരിക്കാൻ മോഹൻലാൽ രൂപമാറ്റം വരുത്തുന്നു. തുടങ്ങിയ കാര്യങ്ങൾ കൂടെ ചേർന്നപ്പോൾ ഒടിയന്റെ ഹൈപ്പ് വാനോളം ഉയർന്നു. റിലീസിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ മലയാള സിനിമ ഒടിയൻ എന്ന 4 അക്ഷരത്തിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച കണ്ടു. മോഹൻലാൽ ആരാധകർ കേരളത്തിലുടനീളം സെറ്റ് ചെയ്തു വെച്ചത് ഏതാണ്ട് 400-ലധികം ഫാൻ ഷോകളാണ്. മലയാളത്തിൽ അതൊരു സർവ്വകാല റെക്കോർഡായിരുന്നു. നാളന്ന് വരെയുള്ള മലയാള സിനിമയുടെ പ്രീ റിലീസ് ബിസിനസ്സുകളെല്ലാം തകർത്തുകൊണ്ടായിരുന്നു ഒടിയൻ മുന്നേറിയത്. 4 കോടിക്ക് മുകളിലായിരുന്നു ഒടിയന്റെ അഡ്വാൻസ് സെയിൽ വന്നു നിന്നത്. അതിൽ ഫാൻ ഷോകളും പ്രീ റിലീസ് ബുക്കിംഗും ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി BJPയുടെ ഹർത്താലാണ് ആദ്യ ദിനത്തിൽ കേരളത്തിൽ ഒടിയനെ വരവേറ്റത്. എന്നാൽ അന്നേ ദിവസം ഒടിയൻ കളിക്കുന്ന സിനിമാ തിയേറ്ററുകളെ ഹർത്താലിൽ നിന്ന് BJP ഒഴിവാക്കി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. മറ്റൊരു മലയാള സിനിമയ്ക്കും ഇങ്ങനൊരു ചരിത്രം അവകാശപ്പെടാനില്ല. കേരളത്തിൽ ഹർത്താലായിട്ടും ഒടിയൻ നിറഞ്ഞു കളിച്ചു. ആദ്യ ദിനത്തിൽ സർവ്വകാല റെക്കോർഡ് തീർത്ത് 7,20,00,000 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വാരി. ആഗോള ബോക്സ് ഓഫീസിൽ 18 കോടിക്ക് മുകളിലായിരുന്നു ഒടിയന്റെ കളക്ഷൻ. അന്നുവരെയുള്ള സർവ്വകാല ആദ്യ ദിന റെക്കോർഡിന്റെ ഇരട്ടിയായിരുന്നു ഒടിയൻ വാരിക്കൂട്ടിയത്. പിന്നീട് ആ ഒരു റെക്കോർഡ് മറികടക്കാൻ വർഷങ്ങൾ എടുത്തു എന്നുള്ളത് ചരിത്രം. ആദ്യ ഷോ കഴിയുന്നതിന് മുൻപ് വളരെ മോശം റിപ്പോർട്ടുകളാണ് ഒടിയൻ സിനിമയ്ക്ക് ലഭിച്ചത്. ആരാധകർ ഉൾപ്പെടെ സിനിമയ്ക്ക് മോശം അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഒരു സിനിമ മോശം റിപ്പോർട്ട് ലഭിച്ചതിന്റെ പേരിൽ മിഠായി വിതരണവും പായസം വിതരണവും ഉൾപ്പെടെ നടത്തിയ ചരിത്രം ഒടിയന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നിന്ന ഒടിയൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 54 കോടി രൂപയാണ് കളക്ഷൻ നേടിയത്. മുൻപെങ്ങും ഇല്ലാത്ത വിധമുള്ള നെഗറ്റീവ് റിപ്പോർട്ടും ഡീഗ്രേഡിങ്ങും നേരിട്ടിട്ടും ഒടിയൻ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ആലോചിക്കേണ്ട കാര്യം, അക്കാലം വരെ മോളിവുഡിൽ നിന്ന് ആകെ ഒരേ ഒരു 100 കോടി ചിത്രമായിരുന്നു പിറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഒടിയൻ 54 കോടിയോളം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടുന്നത്. ഒടിയൻ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് എന്ന് പറയുമ്പോൾ പലർക്കും ഇന്ന് സംശയമാണ്. 22 കോടിയോളം മുതൽ മുടക്കിലാണ് ആശീർവാദ് സിനിമാസ് ഒടിയൻ നിർമ്മിച്ചത്. 54 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത്. ഓൾ ടൈം റെക്കോർഡ് പ്രീ റിലീസ് ബിസിനസ് നടന്ന ചിത്രവുമാണ് ഒടിയൻ. ഒടിയൻ സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറി എന്നതിൽ മോഹൻലാലിന്റെ സ്റ്റാർഡത്തിന് വലിയ പങ്കുണ്ട്. ആദ്യ ദിനത്തിൽ 18 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം വീക്കെൻഡ് കളക്ഷനായി 37 കോടിക്ക് മുകളിലും ഫൈനൽ കളക്ഷനായി 54 കോടിയും വാരിക്കൂട്ടുകയായിരുന്നു. ഇത്രയും വലിയ ഡീഗ്രേഡിംഗ് നേരിട്ട് ഒടിയൻ 54 കോടി നേടി എന്നുള്ളത് വലിയ ചരിത്രം തന്നെയാണ്. നെഗറ്റീവ് റിപ്പോർട്ടിൽ ഒരു മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ തന്നെയാണ് ഒടിയൻ നേടിയെടുത്തത്. ആ ഒരു റെക്കോർഡിന് ഇന്നും മാറ്റമില്ല. നെഗറ്റീവ് റിപ്പോർട്ട് വന്നൊരു ചിത്രം 54 കോടി രൂപ കളക്ഷൻ നേടുക എന്നുള്ളത് ഇന്നും മോളിവുഡിൽ അപ്രാപ്യമായ കാര്യം തന്നെയാണ്. ശ്രീകുമാർ മേനോൻ എന്ന സംവിധായകൻ ആ ഒരു കൺസെപ്റ്റ് വികലമാക്കി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലും മലയാള സിനിമയുടെ മാർക്കറ്റും മാറ്റിമറിക്കാവുന്ന ഒരു ചിത്രമായിരുന്നു ഒടിയൻ. ഒടിയൻ അത് കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. എങ്കിലും ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റായ ചിത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.